അന്ന് ഒരു ധാരണയുണ്ടായിരുന്നു, ഒരച്ഛൻ 30 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലണം, അതിനിടയ്ക്ക് ഒരു ദിവസം മുടങ്ങിയാൽ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങും. ആ ആളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഭക്താനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ഒരാത്മാവിൻ്റെ എല്ലാ പാപങ്ങളും മോചിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് 100% ഗ്യാരണ്ടി. ഒരു നിയോഗം വെച്ച് 30 ദിവസം തുടർച്ചയായിട്ട് കുർബാന ചെയ്യും. പ്രിയരെ, ഈ എപ്പിസോഡിൽ സാധാരണ പലരും ചോദിക്കുന്ന ചോദ്യം, എന്താണ് ഈ ഗ്രിഗോറിയൻ കുർബാന എന്ന് പറഞ്ഞാൽ? ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലത്ത് തുടങ്ങിയ ഒരു രീതിയാണ് ഈ ഗ്രിഗോറിയൻ കുർബാന എന്ന് പറയുന്നത്. ഗ്രിഗറി മാർപ്പാപ്പ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ മാർപ്പാപ്പയായിട്ട് അദ്ദേഹം ഈ സഭയെ ഭരിച്ചത് AD 590 തൊട്ട് 604 വരെയുള്ള 14 വർഷങ്ങളിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതിങ്ങനെ തുടങ്ങാൻ കാരണമായി ഒരു കഥയുണ്ട്. ആ കഥയ്ക്ക് പല വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഉണ്ട്, പല വേർഷൻസ് ഉണ്ട്. എങ്കിലും പൊതുവെ പറയപ്പെടുന്ന ഒരു കഥ ഇതാണ്. ഒരു സന്യാസി മരിച്ച് സംസ്കരിക്കപ്പെട്ടു. അദ്ദേഹം സഭയുമായിട്ട് അത്ര നല്ല രമ്യതയിലല്ലായിരുന്നു. അതുകൊണ്ടൊരു സഹസന്യാസി, ഈ മരിച്ചുപോയി സംസ്കരിക്കപ്പെട്ട സന്യാസി ശുദ്ധീകരണ സ്ഥലത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ആഗ്രഹത്തോടു കൂടി ഒരു നിയോഗം വെച്ച് 30 ദിവസം തുടർച്ചയായിട്ട് കുർബാന ചൊല്ലി. അങ്ങനെ 30ാമത്തെ ദിവസം ഈ മരിച്ചുപോയ സന്യാസിയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായി ഒരു സ്വപ്നം ഈ കുർബാന ചൊല്ലിയ സന്യാസിക്കുണ്ടായി. അദ്ദേഹം അത് ഗ്രിഗറി മാർപ്പാപ്പയോട് പറഞ്ഞു. അപ്പോൾ മാർപ്പാപ്പയാണ് ആ സ്വപ്നത്തെ ഈ സന്യാസി വ്യാഖ്യാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ 30 ദിവസം തുടർച്ചയായിട്ട് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി കുർബാന അർപ്പിച്ചാൽ ആ ആളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, ദൈവത്തിന് സ്വീകാര്യമായൊരു പുത്രനോ പുത്രിയായിട്ട് തീരും എന്നൊരു വിശ്വാസം, അല്ലെങ്കിൽ എന്നൊരു പാരമ്പര്യം സഭയിൽ സാവകാശം വളർന്നു വന്നു. ഗ്രിഗോറിയൻ കുർബാന ഒരിക്കലും ജീവിച്ചിരിക്കുന്നവർക്ക് ചെല്ലാറില്ല. മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയാണ് ഗ്രിഗോറിയൻ കുർബാന ചെല്ലുക. അങ്ങനെ ഒരാൾക്ക് വേണ്ടി തുടർച്ചയായിട്ട് 30 ദിവസം ചൊല്ലുന്ന കുർബാനയ്ക്ക് പറയുന്ന പേരാണ് ഗ്രിഗോറിയൻ കുർബാന. ഇത് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രബോധനമല്ല. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ദൈവശാസ്ത്രമൊന്നും സഭ ഇതുവരെ വ്യാഖ്യാന രൂപത്തിൽ നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും സഭയിൽ, ഇപ്പം ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കണമെന്ന് പറയുന്നത് പോലെ, ഇത് നിർബന്ധമായിട്ടും സഭയിൽ അനുഷ്ഠിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഒരു പ്രബോധനമല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. ഇതൊരു പോപ്പുലർ പൈറ്റിയുടെ ഒരു ഭക്താനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ഇങ്ങനെ 30 കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ സാധിക്കുകയുമില്ല. സമാനമായൊരു കാര്യമാണല്ലോ നമ്മൾ വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേന നടത്താറുണ്ട്, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടാനായിട്ട്. അതിന് തുടർച്ചയായിട്ട് 9 ചൊവ്വാഴ്ചകളിൽ വിശുദ്ധ അന്തോണീസിന് നൊവേന നടത്തി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയും ആഗ്രഹവും. പക്ഷേ എല്ലാ പ്രാവശ്യവും തിരിച്ച് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായി യുദാത്ത ദൈവത്തിനോട് നമുക്കൊരു വളരെ അസാധ്യമെന്ന് നമുക്ക് തോന്നുന്നൊരു കാര്യത്തിന് വേണ്ടി നൊവേന നടത്തുന്നു. 9 വ്യാഴാഴ്ചകൾ നൊവേന നടത്തുന്നു. ആ 9 വ്യാഴാഴ്ച കഴിഞ്ഞ് നമ്മൾ ചോദിച്ച കാര്യം, ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുമെന്ന് ആർക്കും ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും, നടക്കുകയും ചെയ്യും. പക്ഷെ നടക്കും എന്ന് 100% ഉറപ്പ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്ന് പറഞ്ഞതുപോലെ 30 ദിവസം തുടർച്ചയായിട്ട് ആരുടെയെങ്കിലും നിയോഗം വെച്ച് കുർബാന ചൊല്ലിയതിൻ്റെ പേരിൽ മാത്രം ഒരാത്മാവിൻ്റെ എല്ലാ പാപങ്ങളും മോചിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് 100% ഗ്യാരണ്ടി സഭയ്ക്ക് തരാൻ സാധിക്കില്ല. അങ്ങനെ സഭയുടെ ഒരു പ്രബോധനം ഇതുവരെയും ഇറങ്ങിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സംബന്ധിച്ച് 1967 ഗ്രിഗോറിയൻ കുർബാനയെ സംബന്ധിച്ച് അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 60-70 വർഷങ്ങൾക്കിടയ്ക്ക് ഒരു ഡോക്യുമെൻ്റ് ഇറക്കിയിരിക്കുന്നത് 1967 ഒരു രേഖയാണ്. അതിൽ 2-3 ക്ലാരിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് നിഷേധിക്കുകയോ ഇത് പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് നിലവിലുണ്ട്. അതിന് തള്ളിക്കളയാതെ തന്നെ ചില വിശദീകരണങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് അന്ന് വരെ ഒരു ധാരണയുണ്ടായിരുന്നു, ഒരച്ഛൻ 30 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലണം, അതിനിടയ്ക്ക് ഒരു ദിവസം മുടങ്ങിയാൽ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങണം. 25-ാം ദിവസം അച്ഛൻ ചെല്ലാൻ സാധിച്ചില്ല, അതൊരു അപകടത്തിൽപ്പെട്ടു, അബോധാവസ്ഥയിലായി, അന്ന് കുർബാന എല്ലാം സാധിച്ചില്ല. അതുകൊണ്ട് പിന്നീട് അത് സുബോധാവസ്ഥയിൽ വരുമ്പോൾ ആദ്യം ചില 25 മാറ്റി വെച്ച് 1 തൊട്ട് വീണ്ടും ചെല്ലണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു.
ഈ 1967 ഡോക്യുമെൻ്റ് പറയുന്നു അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അച്ഛൻ അസുഖബാധിതനാവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ നിന്ന് മോചിതനായി വീണ്ടും കുർബാന ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് വരെ ചെല്ലിയതിൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ വെച്ച് ചെല്ലിയാൽ മതി. ഇപ്പോൾ 25 കുർബാന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 26, 27, 28, 29, 30 അങ്ങനെ 5 കുർബാന കൂടി ചൊല്ലിക്കഴിയുമ്പോൾ ആ ഗ്രിഗോറിയൻ കുർബാനയുടെ കടമ പൂർത്തിയാകും എന്ന് പറയും. അതുപോലെ ആ ഡോക്യുമെൻ്റ് ക്ലാരിഫൈ ചെയ്ത മറ്റൊരു കാര്യമാണ്, പണ്ടൊക്കെ ഒരച്ഛൻ തന്നെ ഒരൾത്താരയിൽ കുർബാന തുടർച്ചയായിട്ട് ചെല്ലണം എന്നൊരു ധാരണയുണ്ടായിരുന്നു. അതും വേണ്ട എന്നാണ് ഈ ഡോക്യുമെൻറ്റിലൂടെ സഭ നമ്മൾ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത്. മറ്റൊരച്ഛനെ ഏൽപ്പിക്കുന്ന സാഹചര്യം സാമാന്യഗതിയിൽ ഒരച്ഛൻ തന്നെ ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ചിലപ്പോൾ ഒരു അച്ഛന് സാധിച്ചില്ല എന്ന് വരും, അതൊരു അവിടത്തിൽ പെടുന്നു, അല്ലെങ്കിൽ ഒരു അസുഖബാധിതനാവുന്നു, പിറ്റേ ദിവസം കുർബാന ചെല്ലാൻ പറ്റാതെ വരുമ്പോൾ ഇങ്ങനൊരു നിയോഗം എനിക്കുണ്ട്, നാളെ 24ാമത്തെ കുർബാന ചെല്ലേണ്ട ദിവസമാണ്, അങ്ങ് അതൊന്ന് ചെല്ലണം എന്നത് മറ്റൊരു അച്ഛനെ ഏൽപ്പിക്കാവോ? ഏൽപ്പിക്കാം. ഈ 2 വിശദീകരണങ്ങൾ നൽകി തുടർച്ചയായിട്ട് 30 എന്ന് പറയുന്നത് ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്നും ഒരേ ആൾത്താരയിൽ തന്നെ ഒരേ അച്ഛൻ തന്നെ ചെല്ലുമെന്ന് വാശി പിടിക്കേണ്ടതില്ലാതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഗ്രിഗോറിയൻ കുർബാനയെ സംബന്ധിച്ച്. അങ്ങനെയുള്ള നിബന്ധനകൾ ഒഴിവാക്കിക്കൊണ്ട് ഇതൊരു ഭക്താനുഷ്ഠാനമായിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ അന്തോണീസ്വരനാളിൻ്റെയോ വിശുദ്ധ യൂദാ തദസ്വരയ്ക്ക് നൊവേന നടത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം പ്രത്യാശാപൂർവ്വം തുടർച്ചയായിട്ട് 9 ദിവസം പ്രാർത്ഥിക്കുന്നത് പോലെ ഈ തുടർച്ചയായിട്ട് 30 ദിവസത്തെ ഈ ബലിയർപ്പണം ഈ ആത്മാവിൻ്റെ പൂർണ്ണമായ ശാന്തിക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് കാരണമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇത് തുറന്നുകൊണ്ട് പോകുന്നതിന് സഭയ്ക്ക് തടസ്സമില്ല. പക്ഷേ ഇതെല്ലാവരും വിശ്വസിക്കുകയും എല്ലാവരും ചെയ്യുകയും നിർബന്ധമായിട്ട് ആചരിക്കുകയും ചെയ്യേണ്ട ഒരു പാരമ്പര്യമായിട്ടോ അനുഷ്ഠാനമായിട്ടോ സഭ പ്രഖ്യാപിച്ചിട്ടില്ല, പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമില്ല. അതിന് പിന്നിൽ വലിയ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങൾ നൽകാനും നിവൃത്തിയില്ല. ഇതൊരു ആചാരം, അനുഷ്ഠാനം, പാരമ്പര്യം, വിശ്വാസം, വ്യക്തികളുടെ അല്ലെങ്കിൽ സമൂഹങ്ങളുടെ വിശ്വാസം ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അതാണ് ഗ്രിഗോറിയൻ കുർബാന എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം. എല്ലാ അച്ഛന്മാർക്കും എപ്പോഴും പറ്റിയെന്ന് വരില്ല. കാരണം ഇടവേളയിൽ ജോലി ചെയ്യുന്ന വൈദികർക്ക് മറ്റു നിയോഗങ്ങൾക്ക് വേണ്ടി ആണ്ടിൻ്റെ 7ൻ്റെ കുർബാനകൾ മിക്കവാറും ദിവസങ്ങളിൽ കാണും. ബട്ട് അവർക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരേ നിയോഗത്തിന് വേണ്ടി കുർബാന ചെല്ലാനായിട്ട് സാധിക്കില്ല. പിന്നെ സാധ്യതയുള്ളത് സന്യാസ വൈദികർക്ക് അല്ലെങ്കിൽ റിട്ടയേർഡായിട്ടുള്ള വിശ്രമ ജീവിതം നയിക്കുന്ന വൈദികർക്കൊക്കെയാണ് മറ്റു നിയോഗങ്ങളില്ലാതെ ഒരുപക്ഷെ ഈ കുർബാന ചൊല്ലാനായിട്ട് സാധിക്കുക. നിവൃത്തിയുണ്ടെങ്കിൽ ഒരച്ഛൻ തന്നെ ഈ നിയോഗത്തിന് വേണ്ടി 30 ദിവസം കുർബാന ചെല്ലണം എന്നുള്ളതാണ് സഭയുടെ ഒരു വീക്ഷണം. അതാണ് സഭയുടെ ഒരു പ്രായോഗികമായിട്ടുള്ള പ്രബോധനം. മറിച്ച് ചില സന്ദർഭങ്ങളുണ്ടാകാം, ആ സന്ദർഭങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനുള്ള നിർദ്ദേശവും സഭ നൽകിയിട്ടുണ്ട്. ഇതാണ് ഗ്രിഗോറിയൻ കുർബാനയെപ്പറ്റി പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.